ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള കൂവ വ്രതത്തിൻ്റെ അന്നത്തെ ദിവസം മാത്രം കഴിച്ചാൽ പോരാ, ഇത് ഇടയ്ക്കിടെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. കൂവ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂവപ്പൊടി വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. നല്ലവണ്ണം അലിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്യാസിൽ വെക്കാൻ പാടുള്ളൂ. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് ശർക്കര എടുത്ത് അലിയിച്ചതിന് ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലവണ്ണം ഇളക്കി വിരകിയെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം തേങ്ങാക്കൊത്ത് വറുത്തിടാം. ഇത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെയേറെ നല്ലതാണ്. എപ്പോഴും പറയുന്നത് പോലെ പ്രകൃതിയുടെ വരദാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കൂവ. കൂവ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഴം നുറുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്.